ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹാപ്പി ഓണം. തിരുവോണമായിട്ട് നമുക്ക് യശ് തന്നിരിക്കുന്ന സമ്മാനമാണ് ടോക്സിക് എന്ന് പറഞ്ഞ സിനിമ. ഡയറക്റ്റഡ് ബൈ ഗീതു മോഹൻദാസ്. റൈറ്റിംഗ് ആരാണ് നോക്കണ്ട. സിനിമാറ്റോഗ്രഫി ബൈ രാജീവ് രവി. അണ്ണൻ നല്ല വൃത്തിക്ക് പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. കളർ ഗ്രേഡിങ് ആയിക്കോട്ടെ, ലൈറ്റിംഗ് ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, കിടിലം. എഡിറ്റഡ് ബൈ നമ്മുടെ KGF 2 എഡിറ്റ് ചെയ്തൊരു കൊച്ചി ഇറക്കം ഉണ്ടായിരുന്നു, ഉജ്ജ്വൽ എന്ന്, അങ്ങനെ എന്താണ് ചെറുക്കൻ്റെ പേര്. അപ്പോൾ ആകെ ചെയ്തിട്ടുള്ളത് KGF 2 ആണെന്ന് തോന്നുന്നു. ആ സെയിം ചെറുക്കനാണ് ഈ സാധനം എഡിറ്റ് ചെയ്തേക്കുന്നത്. അവൻ്റെ ആ യൂത്തും അവൻ്റെ ഇൻഎക്സ്പീരിയൻസും നമുക്ക് ഈ പടത്തിൽ നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. ബിക്കോസ് ഒന്നാമത്തെ കാര്യം, ഈ സിനിമയിൽ അബ്രപ്റ്റ് ആയിട്ടുള്ള മറ്റേ KGF സെയിം മറ്റേ ബ്ലാക്ക് ഔട്ട് ആക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ പടത്തിനത് വർക്കാവില്ലത്. അത് മാത്രമല്ല, ഇതിലൊക്കെ എടുത്ത് വിളയെ കളയാനുള്ള ഇഷ്ടമല്ല. ഞാൻ പറയും, എവൻ്റെ അടുത്ത് മറ്റേ പരിപാടി നടക്കില്ല. മറ്റേതാകുമ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഡിറ്റർ ആണെങ്കിൽ എടുത്ത് കളയും. കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് വിളയെ കളഞ്ഞിട്ട് ഡയറക്ടർ ഒന്ന് ചോദിക്കും, അതെന്തെന്ന്, അത് വേണ്ട ബ്രോ, അത് ലാഗാവുന്നു എന്ന് പറയും. ആ സാധനം ഇവിടെ ഇല്ല. അതുകൊണ്ട് ആ ചെറുക്കനെ എനിക്കൊന്ന് ഏറി കയറ്റിയിട്ട് എടുത്തു വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. VFX ടീം നല്ലൊരു അപ്രീസിയേഷൻ അത്യാവശ്യം കേട്ടോ. ഭയങ്കരമൊന്നുമല്ല, എന്നാൽ പോലും കുറേ സ്ഥലങ്ങളിൽ ഗ്രീൻ സ്ക്രീൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നാൽ പോലും വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസസ്, അതായത് ആക്ഷൻ കോറിയോഗ്രഫി, എസ്പെഷ്യലി ഒരു അച്ഛൻ മകൻ ഫൈറ്റും ഒരു സർക്കസ് സ്ഥലത്ത് നടക്കുന്നൊരു ഫൈറ്റും ഉണ്ട്. അതിൻ്റെ ആക്ഷൻ കോറിയോഗ്രഫി ഈസ് നൈസ്. മനസ്സിലായില്ലേ? ഫൈറ്റ് കണക്ഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് ആ അടീൻ്റെ കോറിയോഗ്രഫി ഈസ് നൈസ്. എസ്പെഷ്യലി ഗൺ വെടിവെപ്പും അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഇറ്റ് വാസ് നൈസ്. പടം 3 മണിക്കൂറും 15 മിനിറ്റും എന്തുമാണ്. എന്തിനാണ് അത്രയും ലോങ് ഒരു ഡ്യൂറേഷൻ ഈ സിനിമയ്ക്ക് എന്തിനാണ് കൊടുത്തത്? നിങ്ങൾ ഹോളിവുഡ് ലെവൽ, നിങ്ങൾ ഈ പടം ആകെ എടുത്തേക്കുന്നത് കന്നഡയിലും ഇംഗ്ലീഷിലുമാണ്. ഇംഗ്ലീഷ് സിനിമകൾ മെയിൻലി ഈ എപ്പിക് സിനിമകൾക്കാണ് 3 മണിക്കൂർ. അതായത് ലോർഡ് ഓഫ് ദ റിങ്സ്, റിട്ടേൺ ഓഫ് ദ കിങ്, നമ്മുടെ ക്രിസ്റ്റഫർ നോലൻ്റെ ഒഡീസി, ഇതിനൊക്കെ ഒരു 3 മണിക്കൂർ റൺ ടൈം എന്ന് പറയുന്നത് അതിനൊരു ജസ്റ്റിഫിക്കേഷനുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഹോളിവുഡ് സ്റ്റൈൽ ഒരു ഗാങ്സ്റ്റർ പടം എടുക്കുമ്പോൾ എന്തിനാണ് 3.25 മണിക്കൂർ? ഇപ്പോൾ ദുരന്തറിന് 3 മണിക്കൂർ പോകണം അറിയില്ല. നമ്മൾ പറന്നാണ് പോകണം. ഓരോ ഇവൻ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഓരോ ഇവൻ്റ് വരുന്നു, ഓരോ അടി സൂപ്പർ, നമ്മൾ എൻഗേജ്ഡ് ആണ്. നമുക്ക് ഒരിടത്തും ലാഗ് അടിക്കില്ല. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വില്ലൻ ലാഗാണ്. ബോറടിക്കും നമുക്ക് കണ്ട്. എന്താണ് ഈ എടുത്തു വെച്ചേക്കുന്നതെന്നോ, എന്തിനാണ് ഈ സീനെന്നോ, കണക്ഷനും ഒന്നും മനസ്സിലായി. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, യശിൻ്റെ ഒരു ചെറുപ്പകാലത്തിൻ്റെ ഇവിടെ ഒരു ഐഫോണിൻ്റെ ടാറ്റു ഉണ്ട്. നിങ്ങൾ 1967 എന്തോ ആണ്, 68 യശിന് മോൻ ജനിക്കണമായിട്ട് സിനിമയെ കാണിക്കണം. ഈ ഐഫോണൊക്കെ ഇറങ്ങണം എപ്പോഴെന്ന് അറിയോ? 2007 ഐഫോൺ ഇറങ്ങണം. ആ ഐഫോൺ എന്ന് പറയുന്നതിന് നോച്ചൊന്നുമില്ല. അപ്പോൾ ഇത് ഈ ഒരു കണക്ഷൻ ഈ സിനിമയിലൊരു മെൻ്റൽ ഡിസോർഡർ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് പിടിച്ചേക്കുന്നത്. ബൈപോളാർ ഡിസോർഡറും എനിക്ക് ആ ക്ലൈമാക്സിൽ ആ ഒരു സാധനം അതിൻ്റെ ഒരു എഡിറ്റിംഗ് സ്റ്റൈൽ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു വിഷ്വലൈസിങ് ആയിക്കോട്ടെ, അത് യശ് പെർഫോം ചെയ്തതായിക്കോട്ടെ, ദാറ്റ് വാസ് നൈസ്. ബട്ട് ആ ഒരു സാധനം നൈസ് ആവണമെങ്കിൽ വി ഹാവ് ടു, അതായത് യശിന് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന് എവിടെയെങ്കിലൊക്കെ അതൊന്ന് ഹിൻഡ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ ഹിൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ നമുക്കത് കൺവേ ആവുന്നില്ല. വി ആർ നോട്ട് ഗെറ്റിംഗ്, എന്താ പറയുക, നമ്മൾ ഇമോഷണലി കണക്റ്റും ആവുന്നില്ല. ഇപ്പോൾ ഒരുത്തൻ അടിക്കാൻ പോകണം, ഒരുത്തൻ അടിക്കാൻ പോകണം, അതെന്തരോ അവർ തമ്മിൽ പണ്ടെന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഇങ്ങനെ എന്തോ അവർ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. അല്ലാതെ നമുക്ക് മറ്റേ ഇങ്ങനെ ക്രൂരമായിട്ട് അവരെ കൊന്നതുകൊണ്ട് പകരം വീട്ടാൻ വേണ്ടി വന്നതൊക്കെയാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യണ്ടേ? അതില്ല. ഇതിലുള്ള എല്ലാ ഫൈറ്റും അങ്ങനെയാണ്. വി ഡോണ്ട് ഫീൽ ദാറ്റ് തിങ്. അവസാനം ഒരു സാധനം തന്നിട്ട് അത് ഇല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നമ്മളിങ്ങനെ ഇത്രയും നേരം ഇരുന്ന് കണ്ടുകൊണ്ട് നമ്മൾ ആരുടെ എന്ന് നമ്മൾ ചിന്തിച്ചു. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് ഞാൻ വളരെ സഭ്യമായിട്ടാണ് പറയുന്നത്. എനിക്ക് തല വേദനിക്കുന്നുണ്ട്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഐ എം ഹാവിങ് എ വെരി ബാഡ് ഹെഡ് ഏക്ക്.
കാര്യമായിട്ട്. അതുകൊണ്ട് ഈ പറയുന്ന ഞാൻ ഒരു ഹോളിവുഡ് ലെവലിലാണ് സിനിമ എടുത്തത്. സെറ്റ് വർക്ക് ആയിക്കോട്ടെ, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ്, യഷ് ഇടുന്നതായിക്കോട്ടെ, പെണ്ണുങ്ങൾ ഇടുന്നതായിക്കോട്ടെ. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് ഒരുപാടില്ല കേട്ടോ, 1 2 3 ഒരു 3-4 സീനുണ്ട്, കുറച്ച് ഇൻറ്റിമസി കാണിക്കുന്ന സീനുണ്ട്. പക്ഷേ ഒരിടത്തും കിസ്സിങ് സീനില്ല. അതായത് കവിളിൽ ഉമ്മ വയ്ക്കുന്നതെ കൊണ്ട് പിന്നെ പുള്ളി ഇങ്ങനെ പോകും. പിന്നെ വല്ല ക്യാമറ ട്രിക്കൊക്കെയാണ്, ഒരു ലിപ് ലോക്കോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പെൺകുട്ടികളെ ഞാൻ പറയും, ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാം. ഒബ്ജക്റ്റിഫിക്കേഷൻ ഡയലോഗുകൾ സിനിമയിലുണ്ട്. അത് യശ് തന്നെ പറയുന്നുണ്ട്. ഒരാളിങ്ങനെ വെറുതെ വന്നിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോൾ തന്നെ ഡു യു വോണ്ട് ടു ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ വളരെ മോശമാണ്. മനസ്സിലായില്ലേ? അതായത് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണം അതിന് വേണ്ടി മാത്രമാണ് എന്ന് പറയുന്ന ഒരു അതൊക്കെ ഞാൻ പറയില്ല. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ പടത്തിൽ, അതിലോട്ടൊന്നും ഞാൻ പോണില്ല. പക്ഷേ പെൺകുട്ടികളെ വളരെ ഭംഗിയായിട്ടാണ് സിനിമയിൽ ഷോട്ട് ചെയ്തേക്കുന്നത്. ദർ ഇസ് നോ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ബാക്ക് ഈ മറ്റേ കുറേ പേരെ വേണം എന്തെങ്കിലുമൊക്കെ മറ്റേ ആ ഓപ്സീനായിട്ട് ഇങ്ങനെ എടുത്തു അങ്ങനത്തെ പരിപാടിയാണ്. വളരെ ബ്യൂട്ടി. ഇപ്പോൾ കയറ അദ്വാനിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പുള്ളിക്കാരെ കണ്ണും ചുണ്ടും അതൊക്കെയാണ്, ആ ഒരു ഫീച്ചേഴ്സൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. പിന്നെ അടൽ സൊള്ളി പടങ്ങളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ സിനിമയിൽ ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു പ്ലേ ബോയ് ആണെങ്കിൽ അവൻ പ്ലേ ചെയ്യണത് എന്തിനായാലും കാണിക്കുക, അതിലൊന്നും നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് മാത്രമാണ് സിനിമയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ അവൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്, അവൻ അങ്ങനത്തെ ഒരുത്തനാണ്. ഈ സിനിമയിൽ ഒരു വൃത്തികെട്ടവനാണ്. ഇവന് വൃത്തികേടുമാണ്, അവന് ചൈൽഡ്ഹുഡ് ട്രോമയും ഉണ്ട്, അവന് മെൻ്റൽ ഡിസോർഡറും ഉണ്ട്. ഇതെല്ലാം തികഞ്ഞ ഒരു ഭ്രാന്തൻ. അവൻ്റെ കഥയാണ് ഈ പടം. ഈ കഥ നമുക്ക് യശിന്, അതായത് KGF 2 KGF 1 അഭിനയിച്ച് നാട്ടുകാർക്ക് വേണ്ടി നിൽക്കുന്ന റോക്കി ബായ്, അമ്മയ്ക്ക് വേണ്ടി വാക്ക് പാലിക്കുന്ന റോക്കി ബായ്, സ്വർണത്തിന് വേണ്ടി ഇറങ്ങുന്ന റോക്കി ബായ്. അപ്പം റോക്കി ബായ് മറ്റേ ഒരു സ്വർണ്ണ ബിസ്ക്കറ്റ് എടുക്കാൻ വേണ്ടി മറ്റെവിടെ പോകണം നമുക്കറിയാം. റോക്കി ബായ് അത് പോകുന്നു ബിക്കോസ് അവൻ ആ ലെവലിൽ എത്രയോ പേരെയൊക്കെ കൊല വിളിച്ചിട്ടാണ് ആ പൊസിഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ബിസ്ക്കറ്റ് എടുക്കാൻ വേണ്ടി പോണ സീൻ നമ്മൾ ഇങ്ങനെയാണ് ഇന്ന് കാണണം. അയ്യോ റോക്കി ബോയിന്ന് ഗോൾഡൻ ബിസ്ക്കറ്റ് എടുത്താടാ നീ തീർന്നടാ എന്ന് നമ്മൾ പറയൂലേ. ആ സാധനം അവിടെ വർക്കായത് അതുകൊണ്ടാണ്. ദർ ഇസ് എ പ്രോപ്പർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. റോക്കി ബായ് ആരാണ്, റോക്കി ബായുടെ ക്യാരക്ടറാണ്. ഇതിലൊരു ക്യാരക്ടർ എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് നോൺ ലീനിയറിൽ എന്തൊക്കെയോ കാണിക്കുന്നു. ഇത് ആരാണ് അമ്മ, ആരച്ഛൻ, അച്ഛൻ ആര്, അമ്മ ആര്, ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ നമുക്ക് കണക്റ്റ് ആവുന്നില്ല. നമുക്ക് ആസ് എൻ ഓഡിയൻസ്, ആസ് എൻ എൻ്റർടൈൻ. ഇപ്പം നിങ്ങൾ വെറുതെ പോയിട്ട് നമുക്കിരുന്ന് കുറേ അടി കാണാം. പക്ഷേ അടി കഴിയുമ്പോൾ ഈ സംസാരം തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കണം. ഇവരെന്താണെന്നറിയാം സംസാരിച്ചുകൊണ്ടിരിക്കണം, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതാണ് സംഭവം. അതാണ് ഞാൻ പറയുന്നത്. അത് ഇറ്റ്സ് നോട്ട് നമുക്ക് കണക്റ്റ് ആവുന്നില്ല. നമ്മൾ റോക്കി ബായ് എന്ന് പറയുന്ന ആ മനുഷ്യന് ഇങ്ങനത്തെ ഒരു പ്രാന്തൻ റോളിൽ വന്നിരുന്ന് കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ ഈ ആൾക്ക് വേറെ പണിയുന്നില്ലേ എന്ന് നമ്മൾ ചോദിച്ചു പോകും. ഒന്നാമത്തെ കാര്യം എനിക്ക് യശിൻ്റെ അടുത്ത് പറയാനുള്ളതാണ്, ഈ KGF കഴിഞ്ഞ ഉടനെ തന്നെ വേറൊരു പടത്തിനും ഞാൻ പറയാം, നിങ്ങൾ സൂര്യനെയും അജിത്തിനെയും വിജയിനെയൊക്കെ കണ്ട് പഠിക്കുക തന്നെ ചെയ്യണം. ലാലേട്ടൻ, മമ്മൂക്ക, ഇവരൊക്കെ നിർബന്ധം പിടിച്ചിരിക്കുന്നത്. മോഹൻലാൽ അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ 3 വർഷം കഴിഞ്ഞ് ഒരു പടം ഇറക്കുള്ളൂ, ഞാൻ വലിയ പടങ്ങളെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആളായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? പുള്ളിക്കൊക്കെ അത് എന്നേ ചെയ്യായിരുന്നടേ, എന്നേ. ഞാൻ വലിയ പടങ്ങളിലെ അഭിനയിക്കുള്ളൂ, ഞാൻ വർഷത്തിൽ 2-3 വർഷത്തിൽ ഒരു പടം അഭിനയിച്ചു. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് പുള്ളി പിടിച്ചിരുന്നെങ്കിൽ പുള്ളിയൊക്കെ ഇപ്പം ആലോചിക്കണം, പുള്ളിയൊക്കെ എവിടെ നിന്നേന്? നിങ്ങളൊരു KGF കയറി, ഇതിപ്പോൾ യശിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് പ്രഭാസിനുണ്ട്. അല്ലു അർജുൻ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു. എല്ലാ വർഷവും അല്ലു അർജുൻ്റെ ഒരു പടം വരുമായിരുന്നു, പോയി കിട്ടി. യശ് ഇനി അടുത്ത വരാൻ പോണ രാമായണത്തിലാണ്. അത് ട്രെയിലറാണ്, അടിപൊളിയായിരുന്നു കേട്ടോ. തിയേറ്ററിൽ സൂപ്പറായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്യണം ആ പടത്തിന് വേണ്ടി. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ അണ്ണൻ ബ്രേക്ക് എടുക്കാൻ പോകണമെന്നാണ് അണ്ണൻ ഇപ്പം പറഞ്ഞേക്കണത്. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല എനിക്ക്. നിങ്ങൾക്കൊരു സ്റ്റാർഡം കിട്ടുമ്പോൾ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യണം. അത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാണ്ഡ കോടികൾ മുടക്കുന്ന പടങ്ങളിൽ മാത്രമേ ഞാൻ ഇനി ഇറങ്ങുള്ളൂ എന്നല്ല. നിങ്ങളെല്ലായിടത്തും അഭിനയിക്കണം. നിങ്ങളെല്ലാം
ഓഡിയൻസിന് നിങ്ങളുടെ കോണ്ടൻറ്റ് തന്നുകൊണ്ടേ ഇരിക്കണം. അത് ശരിയാണ്, നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ. പക്ഷേ ആസ് ആൻ ഓഡിയൻസ് ഐ എം ടെല്ലിങ് യു, മനസ്സിലായി. KGF കഴിഞ്ഞ ഉടനെ തന്നെ ഒരു നല്ലൊരു ആൾ, ഇപ്പോൾ ഗീതു മോഹൻദാസിൻ്റെ കൂടെ തന്നെയാണെങ്കിൽ നല്ലൊരു ചെറിയ പടം ചെയ്യായിരുന്നു. ഒന്നും പറ്റില്ല, ഈ ലോകം ഇടിഞ്ഞ് വീഴൂല നിങ്ങളെ തലയിൽ. നാട്ടുകാർ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വേറൊരു പടം എടുത്തോ, അങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ ചാൻസസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ പടം എനിക്ക് പേഴ്സണലി പറയാനാണെങ്കിൽ വളരെ ബോറിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറേ അവിടെ ഇവിടെ ആയിട്ട് കുറേ ഫൈറ്റും ബഹളവും കുറേ കോൺഫ്ലിക്റ്റുകളും കുറേ ബൈപ്പോളാറും കുറേ മെഷീൻ ഗണ്ണും ബസൂക്കയും. ഒരു ഗണ്ണുണ്ട് ഈ പടത്തിൽ, അതിൽ കൂടെ തീ വരും, ഗ്രനേഡ് വരും, റൈഫിൾ വരും. ഞാനത് ആദ്യം കണ്ടപ്പം കൊച്ചി രാജാവിൽ ജഗതി പറയണ കേട്ടൻ, ജഗതി ശ്രീമാൻ ഒരു സാധനം പറഞ്ഞു, ഇതൊന്നും നട പാറ്റൻ ടാങ്കാന്ന്, അതുപോലത്തെ ഒരു സാധനമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ പറഞ്ഞു ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ളൊരു പടം, നമുക്ക് പ്രോപ്പറായിട്ടൊന്നും അവസാനം നിങ്ങൾ ഒരു സാധനം കാണിക്കുകയാണ്, അത് ദാറ്റ് വാസ് നൈസ്. ബട്ട് ആ സാധനത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണമായിരുന്നു പ്രോപ്പറായിട്ട്. അല്ലാതെ വേറെ പ്രണയവും ക്രണയമൊക്കെയാണ് കാണിച്ചിരുന്നെങ്കിൽ ഇത് തന്നെ ഒരു, ഞാൻ ഇൻഡെപ്റ്റായിട്ട് കഥയിലോട്ട് പോകണില്ല. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിപ്പോൾ നമുക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഇതൊരു മോശ സിനിമ ആവുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ആവാം, മനസ്സിലായില്ലേ? നിങ്ങളത് എപ്പോഴും മനസ്സിലാക്കുക. എനിക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്നാണ് ഞാനിവിടെ വന്ന് പറയുന്നത്. ഇറ്റ് ഡിഡ്ന്റ് കണക്ട് വിത്ത് മീ, ദ ക്യാരക്ടേഴ്സ് ഡിഡ്ന്റ് കണക്ട് വിത്ത് മീ, ദ സ്റ്റോറി ഡിഡ്ന്റ് കണക്ട് വിത്ത് മീ, ദ സ്ക്രീൻ പ്ലേ വാസ് വെരി 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 ലാഗിങ് ഇൻ മൈ ഒപ്പീനിയൻ. പ്രോപ്പറായിട്ട് നിങ്ങൾ പക്കയായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു എൻ്റർടൈനർ ലെവൽ ഈ സാധനം എടുക്കാമായിരുന്നു. പക്ഷേ അതല്ല, നിങ്ങൾ വേറെ എന്തൊക്കെയൊക്കെയോ എവിടെയൊക്കെയോ പോയി ട്രോമ, മെൻ്റൽ ഡിസോർഡറൊക്കെ കൊണ്ടുവന്നിട്ട് അതേപോലെ അത് ഈ മനുഷ്യനിലോട്ടല്ല. ശരിയാണ്, പുള്ളിക്ക് അതൊരു ഡിഫറൻ്റ് ആയിട്ട് എടുക്കണമെന്നൊക്കെ തോന്നിയതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ വേണം സ്മോൾ ഫിലിം തന്നെ, ഒരു ചെറിയ പടം ഇതേ സബ്ജക്റ്റിൽ, അത് വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാതെ ഒരു മൂത്തോൻ പോലെ തന്നെ നിങ്ങൾക്കൊരു പടം എടുക്കാമായിരുന്നു. കാര്യമായിട്ടും പറയുന്നത് വെരി സിമ്പിൾ, വെരി എന്താ പറയുക മറ്റേ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഗ്യാങ്സ്റ്ററിൻ്റെ ഒരു ഇതേ സാധനം പറയായിരുന്നു. ഇത് ഈ ബ്രഹ്മാണ്ടം എന്തിനാണ് ഈ ഒരു സ്റ്റോറിക്ക് ആക്കിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അങ്ങനെ ഒരു 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 എന്താ പറയുക, ഇതിൽ കുറേ സാധനങ്ങൾ നല്ല, അതേപോലെ ഈ പറയുന്ന ഗ്രാൻഡ്നെസ്സും ഈ വലിയ ഫ്രെയിമും നല്ല ക്യാമറ വർക്കൊക്കെ വെറുതെ ഇരുന്ന് കാണാം. പക്ഷേ ഒരു പോയിൻ്റ് എത്തുമ്പം ഈ പറയുന്നില്ല, ഈ ഒരു പേസിങ് ഇങ്ങനെ വരും, പിന്നെ അങ്ങ് ഡൗൺ ആവും, പിന്നെ ഇരിക്കും പടം. അവിടെയാണ് പ്രശ്നം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് നമ്മൾ പറയൂലേ മലയാളത്തിൽ, അതാണ് ഈ പടത്തിന് പറ്റിപ്പോയതെന്നാണ് എനിക്ക് തോന്നണത്. എന്താണെങ്കിലും ഐ ഹോപ്പ് ഹി ബൗൺസ് ബാക്ക്. ഗീതു മോഹൻദാസ് ഓൾസോ ബൗൺസ്. പക്ഷേ ഗീതു മോഹൻദാസ് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ക്രാഫ്റ്റ്, ഇതിൻ്റെ കുറേ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫ്രെയിം, അത് ഈ ഇങ്ങനെ ഫ്രെയിമടേ രാജീവ് രവീര, ഇത് ചില ഷോട്ടൊക്കെ ഇപ്പോൾ ലൈറ്റിങ്ങും ഷോട്ടും ഒരു രക്ഷയില്ല. ഷോട്ട് ഡിവിഷനൊക്കെ നെക്സ്റ്റ് ലെവൽ, ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ എന്ത് രസമെന്നറിയോ. അതാണ് പറഞ്ഞത്, ഇത് ടെക്നിക്കലി ഭയങ്കര രസം. എസ്പെഷ്യലി കാശ് ആ ലെവലിലാണ് പമ്പ് ചെയ്തിരിക്കുന്ന പടത്തിൽ. ഒരു പോയിന്റിൽ പോലും ഒരു ബഡ്ജറ്റ് ഇല്ലായ്മ നമുക്ക് ഈ സിനിമയെ തോന്നൂല. ഒരു കൊതച്ച ഗണ്ണോ ഒരു ഡമ്മി ഗൺ നമുക്ക് ഫീൽ ചെയ്യൂല. ആ ലെവൽ ഹൈ ക്വാളിറ്റി സ്റ്റഫാണ്, പ്രൊഡക്ഷൻ വാല്യൂ അത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഡയറക്ഷനിൽ പോയതല്ലെന്ന് അറിയുമ്പോഴാണ് എനിക്കൊരു വിഷമം. നല്ല രീതിയിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മാസ് മസാല പടമെങ്കിലും എടുത്ത് പൊട്ടിയാലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഹിറ്റ് ഓർ മിസ്സാണ് അതൊക്കെ. KGF പോലത്തെ ഒരു സാധനം. ഇപ്പം അതല്ല, നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു ഭൗതികമായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ടോക്സിക് മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെയാണെന്ന് കാണിക്കുന്ന പടമാണ്. നിങ്ങൾ ബഡ്ജറ്റ് കുറച്ചിട്ട് ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു സാധനം എടുക്കാമായിരുന്നു. ഞാൻ ഇതെല്ലാം കൂടെ ഒരു സാധനത്തിൽ കൊടുത്തത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്നെയാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തതേ. ഒരു 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 പടം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയണം, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. ഈ ലോകത്തുള്ള ഒരു സിനിമയും എല്ലാവരും ക്ലാപ്പടിച്ചിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ദിറ്റ് ഈസ് ഓൾ അപ് ടു യു. ഓണത്തിന് നിങ്ങൾക്ക് കുറച്ച് മാസ് മസാല, കുറച്ച് സീനുകളൊക്കെ കാണണം, കുറച്ച് ഫൈറ്റ്, റോക്കി ബൈര ഫൈറ്റൊക്കെ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണാം.
അല്ലാത്ത വശം എനിക്ക് എൻ്റെ തല കറങ്ങണം. ഞാൻ അപ്പോൾ ഒരു പനഡോൾ കഴിച്ചിട്ടിരിക്കുകയാണ്. തലവേദന എന്തായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. ഞാൻ കുറേ കാത്തിരുന്ന പടമായിരുന്നു ടോക്സിക്. എനിക്ക് ആ ഫസ്റ്റ് KGF ഫസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ ഇന്നും പറയാം KGF ഫസ്റ്റ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടാണ്. ആ സമയത്തൊന്നും ഒരു മനുഷ്യനും ആ പടം പോയി കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ച് വെറുപ്പിച്ചിട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. സനിയക്കൊക്കെ ടിക്കറ്റ് എടുത്തു കൊടുത്ത് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് KGF കാണാൻ. ആ ലെവലിലാണ് എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടത്. KGF 2 ആ ഹൈപ്പിൽ പോയി കാണുന്നു, അടിപൊളി പടം. അപ്പോൾ ആ മനുഷ്യൻ്റെ അടുത്ത പടം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് നിൽക്കുമോ, അത് ഇതായിരിക്കും. അപ്പോഴാണ് അണ്ണ ഇങ്ങനെ ഒരു സാധനം ഇറക്കിയത്. അണ്ണത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഈ പറയണത് കേട്ടോ. അണ്ണ ഇന്ന് സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആകണം. ദർ ഈസ് എ ഹൈ പൊട്ടൻഷ്യൽ. പുള്ളിയുടെ ആക്ടിങ് കുറേ നല്ല സീനുകളുണ്ട്. ഇതിലെ ക്ലൈമാക്സ് സീക്വൻസസിൽ ആ മോനെ തള്ളിക്കളഞ്ഞിട്ട് പുള്ളിയുടെ ഒരു പരിപാടിയുണ്ട്, ഇങ്ങനെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കുറച്ച് ചേഞ്ചസ്, അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്നത്. അതേപോലെ ഇയാളെ മേക്കപ്പ് ഇങ്ങനെ വേണം കുറച്ച് വയസ്സായ ആൾക്കാരെ മേക്കപ്പ് ചെയ്യേണ്ടത്. കറക്റ്റാണ്. നല്ല ഇവിടെയൊക്കെ മറ്റേ ആ സ്കിന്നൊക്കെ വലിയനൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, കിട്ടില്ല. പിന്നെ ഈ യങ് വെർഷനും പുള്ളീരെയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കത് കറക്റ്റ് ഫീൽ ചെയ്യും. മനസ്സിലായില്ലേ? നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യും അത് ഇവർ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടെന്ന്. അതൊക്കെ ഞാൻ ഇതേപോലത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ നൈസാണ്. പക്ഷേ there should be a good story and screenplay end of the day. അത് നേരാവണ്ണം ചെയ്തില്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ഹോളിവുഡ് പടങ്ങളിലും ഉണ്ട് ഇതേപോലെ കുറേ സാധനങ്ങളുണ്ട്. വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി മാൻ എന്നല്ല, എനിക്ക് വേറൊന്നും പറയാനില്ല ടോക്സിക്കിനെ പറ്റി. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ പറയണം കേട്ടോ. ഞാൻ ഒന്ന് കിടക്കട്ടെ, വല്ലാത്ത തലവേദന. പോട്ടെ.